ഹായ്, ഇവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 2023 നടന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിന്റെ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, ഒരു സമാന്തര ശ്രേണിയുടെ 7ാം പദത്തിന്റെ 7 മടങ്ങ് അതിന്റെ 11ാം പദത്തിന്റെ 11 മടങ്ങിന് തുല്യമാണെങ്കിൽ അതിന്റെ 18ാം പദം എന്ത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന നമുക്ക് അതുപോലെ എടുത്തെഴുതാം. 7ാം പദത്തിന്റെ 7 മടങ്ങ്. 7ാം പദം എന്ന് പറയുന്നത് എന്താ? ആദ്യ പദത്തിന്റെ കൂടെ 6 തവണ പൊതുവ്യത്യാസം കൂട്ടുന്നതല്ലേ? അപ്പൊ a+6d ആണ് 7ാം പദം എന്ന് പറയുന്നത്. 7ാം പദത്തിന്റെ 7 മടങ്ങ് എന്ന് പറയുന്നത് 11ാം പദത്തിന്റെ 11 മടങ്ങിന് തുല്യമാണ്. 11 × a+10d. എ എന്ന് പറയുന്നത് ആദ്യ പദം, ഡി എന്ന് പറയുന്നത് പൊതുവ്യത്യാസം. നമുക്ക് ഈ ബ്രാക്കറ്റ് അങ്ങ് ഓപ്പൺ ചെയ്യാം. 7 × a 7a പ്ലസ് 6 42d ഇസ് ഈക്വൽ ടു 11 × a 11a പ്ലസ് 11 × 10d 110d. ഇനി എന്ത് ചെയ്യണം? ഈ എനെ എല്ലാം നമ്മൾ ഒരു സ്ഥലത്ത് കൊണ്ടുവരിക, ഡിനെ മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോവുക. അപ്പൊ നമുക്ക് ഈ 11a ഇപ്പുറത്ത് കൊണ്ടുവരാം, സമത്തിന് ഇപ്പുറത്ത് കൊണ്ടുവരാം. അപ്പൊ 7a 11 ഇപ്പുറം വരുമ്പോ എന്താവും? -11a. 7a 11a കുറച്ചാൽ നമുക്ക് കിട്ടുന്നു -4a ഇസ് ഈക്വൽ ടു 42d നെ അപ്പുറം കൊണ്ടുപോവുക, 110d നിന്ന് 42d കുറയ്ക്കുക, നമുക്ക് കിട്ടുന്നു 68d. നമുക്ക് ഈ 4 കൊണ്ട് ക്യാൻസൽ ചെയ്യാം, 2 ടേമിനെ വെട്ടി ചെറുതാക്കാം, 4 കൊണ്ട് വെട്ടി ചെറുതാക്കുന്നു. അപ്പൊ ഇവിടെ എന്ത് വരും? -a ഇസ് ഈക്വൽ ടു 17d. ഓക്കെ, ഞാൻ ഈ മൈനസിനെ അങ്ങ് അപ്പുറത്തോട്ട് കൊടുക്കുവാണ്. അപ്പൊ എന്ത് വരും? a ഇസ് ഈക്വൽ ടു -17d എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അടുത്ത 18ാം പദം എന്തായിരിക്കും? 18ാം പദം എന്ന് പറയുന്നത് എന്താ? ആദ്യ പദത്തിന്റെ കൂടെ 17 തവണ പൊതുവ്യത്യാസം കൂട്ടുന്നതല്ലേ? a+17d. എയുടെ വാല്യൂ നമുക്ക് എന്തെന്ന് കിട്ടിയിട്ടുണ്ട്? -17d എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ -17d + 17d എന്ന് പറഞ്ഞാൽ എന്താണ്? 17d നിന്ന് 17d കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നു 0. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം. ഓക്കെ അല്ലേ? ക്ലിയർ ആണല്ലോ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം, നമ്മൾ 4 സംഖ്യകൾ തിരഞ്ഞെടുത്താൽ അതിലെ ആദ്യത്തെ 3ന്റെ ശരാശരി 16ഉം അവസാനത്തെ 3ന്റെ ശരാശരി 15ഉം ആയിരിക്കും. അവസാന സംഖ്യ 18 ആണെങ്കിൽ ആദ്യ സംഖ്യ എന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കാം, 4 സംഖ്യകൾ 1 2 3 4. ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ശ്രദ്ധിക്കാം, ആദ്യത്തെ 3ന്റെ ശരാശരി 16. അതായത് ഈ 3 സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് എന്താ? 16 ആണ്. അവസാനത്തെ 3ന്റെ ശരാശരി, ഈ 3 സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് എന്തെന്നാ തന്നിരിക്കുന്നത്? 15 ആണ്. അവസാനത്തെ സംഖ്യ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 18 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആദ്യ സംഖ്യയാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അവസാനത്തെ 3 സംഖ്യകളുടെ ശരാശരി 15 ആണെങ്കിൽ അവസാനത്തെ 3 സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് എന്താ? 15 × 3 45 അല്ലേ? 45. ഈ 45ൽ നിന്ന് ഈ ഒരു ലാസ്റ്റ് സംഖ്യ കുറയ്ക്കുവാണെങ്കിൽ നമുക്ക് ഈ 2 സംഖ്യകളുടെ തുക കിട്ടില്ലേ? അതായത് ഈ സംഖ്യയുടെയും തുക നമുക്ക് കിട്ടും അല്ലെ? ഇപ്പൊ 18 കുറയ്ക്കുന്നു, അവയുടെ തുക എന്ന് പറയുന്നത് നമുക്ക് 27 എന്ന് കിട്ടുന്നു. ശരിയല്ലേ? 45 18 കുറയ്ക്കുക 27. ഇനി ഇവിടെ ആദ്യത്തെ 3 സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് നമുക്ക് എന്തെന്ന് എഴുതാം? 16 × 3 48 ആണ് ആദ്യത്തെ 3 സംഖ്യകളുടെ തുക. ഇവിടെ നിന്ന് നമുക്ക് ഈ കിട്ടിയ 2 സംഖ്യകളുടെ തുക കുറച്ചാൽ ആദ്യത്തെ സംഖ്യ കിട്ടില്ലേ? അതായത് 27 അങ്ങ് കുറയ്ക്കുക, 48 - 27, ആൻസർ 21. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ? ബേസിക് മെത്തേഡ് ഇതാണ്. അടുത്ത ചോദ്യം, പ്രതിവർഷം 10% എന്ന നിരക്കിൽ 2 വർഷത്തേക്ക് 12,600 രൂപയുടെ സംയുക്ത പലിശ കണ്ടെത്തുക.
12,600 2 വർഷത്തേക്ക് 10% പലിശ നിരക്ക്. 12,600 ആദ്യത്തെ വർഷം നമുക്ക് 10% പലിശ ലഭിക്കുന്നു. 10% പലിശ ലഭിക്കുന്നു. 12,600 10% എന്താ? ഒരു 0 അങ്ങ് ക്യാൻസൽ ചെയ്യുക. 1,260. ഇനി രണ്ടാമത്തെ വർഷം ലഭിക്കുന്ന പലിശ, രണ്ടാമത്തെ വർഷവും 10% പലിശ 12,600 രൂപയ്ക്ക് ലഭിക്കും. എത്ര രൂപ കിട്ടും? 1,260. ഇതിനോടൊപ്പം കൂട്ടുപലിശ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, സംയുക്ത പലിശ എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ആദ്യത്തെ വർഷം കിട്ടിയ പലിശയുടെ പലിശ കൂടി കിട്ടും അല്ലേ? ഈ 1,260 10% കൂടി കിട്ടും. 1,260 10% 126 രൂപ. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ടോട്ടൽ പലിശ എത്രയാണ്? 1,260 പ്ലസ് 1,260 പ്ലസ് 126 2,646. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അടുത്ത ചോദ്യം, 90 സെന്റിമീറ്റർ മുതൽ 1.5 മീറ്റർ വരെ അനുപാതം കണ്ടെത്തുക. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് 90 സെന്റിമീറ്റർ ടു 1.5 മീറ്റർ. 90 സെന്റിമീറ്ററിനും 1.5 മീറ്ററിന്റെയും റേഷ്യോ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? റേഷ്യോ വേറെ ഒന്നുമില്ല. റേഷ്യോ എന്ന് പറഞ്ഞാൽ ഒരേ മാഗ്നിറ്റ്യൂഡുള്ള രണ്ട് വസ്തുക്കളെ തമ്മിൽ കമ്പയർ ചെയ്യുന്നതിനെയാണ് റേഷ്യോ. കമ്പയർ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുകയാണ് റേഷ്യോ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ റേഷ്യോ എടുക്കുമ്പോഴത്തേക്ക് 1 സെന്റിമീറ്ററിലും 1 മീറ്ററിലുമാണ്. നമുക്ക് രണ്ടിനെ സെന്റിമീറ്ററിലോട്ട് അങ്ങ് കൺവേർട്ട് ചെയ്യാം. 90 സെന്റിമീറ്റർ അതുപോലെ എടുത്തെഴുതുക ഈസ്റ്റു 1.5 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. 100 സെന്റിമീറ്ററിനെയാണ് 1 മീറ്റർ എന്ന് പറയുന്നത്. അതായത് 1.5 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ പ്ലസ് 50 സെന്റിമീറ്റർ 150 സെന്റിമീറ്റർ എന്ന് എഴുതിക്കൂടെ? ഈ സീറോയും ക്യാൻസൽ ചെയ്തു. 9ഉം 13ഉം 3 കൊണ്ട്, 9ഉം 15ഉം 3 കൊണ്ട് നമുക്ക് ക്യാൻസൽ ചെയ്യാം. 3:5. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. അടുത്ത ചോദ്യം, സീത 60 km/h വേഗതയിൽ 1.5 മണിക്കൂർ കാർ ഓടിക്കുന്നു. അവൾ എത്ര ദൂരം സഞ്ചരിക്കുന്നു? നമുക്ക് ഇക്വേഷൻ ഒക്കെ അറിയാം. ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം അല്ലെ? വേഗത ഇൻറ്റു സമയം, നമുക്ക് ദൂരം കിട്ടും. ആദ്യത്തെ 1 മണിക്കൂറിൽ സീത എന്ത് ചെയ്യും? 60 km/h എന്ന് പറഞ്ഞാൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. ആദ്യത്തെ 1 മണിക്കൂറിൽ സീത 60 കിലോമീറ്റർ സഞ്ചരിച്ചു. പിന്നെയുള്ള അരമണിക്കൂറാണ്. അരമണിക്കൂർ സീത എത്ര സഞ്ചരിക്കും? 60ന്റെ പകുതി 30 കിലോമീറ്റർ കൂടി സഞ്ചരിക്കും. അതായത് 90 കിലോമീറ്റർ ആണ് അവൾ 1.5 മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായി വരുന്നത്. അടുത്ത ചോദ്യം, സംഖ്യാശ്രേണിയിലെ ചോദ്യചിഹ്നത്തിന്റെ സ്ഥാനത്ത് എന്ത് വരും എന്നുള്ളതാണ് ചോദ്യം. ഇതൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. 17, 16, 14, 12, 11, 8. ഇത് 2 ശ്രേണിയെ ക്ലബ് ചെയ്ത് എഴുതിയിരിക്കുന്നതാണ് അല്ലെ? നോക്കിയേ, 17ഉം 14 എത്ര ഡിഫറൻസ് ഉണ്ട്? 17ൽ നിന്ന് 14ലേക്ക് എത്താൻ 3 കുറയ്ക്കണം. 14ൽ നിന്ന് 11ൽ എത്താൻ എന്ത് കുറയ്ക്കണം? 3 കുറയ്ക്കണം. 11ൽ നിന്ന് 8ൽ എത്താൻ എന്ത് കുറയ്ക്കണം? 3 കുറയ്ക്കണം. ഒന്നിടവിട്ട ശ്രേണിയാണ്. അടുത്ത 16 12 ആവണമെങ്കിൽ എത്ര കുറയ്ക്കണം? 4 കുറയ്ക്കണം. 12 8 ആവണമെങ്കിൽ എത്ര കുറയ്ക്കണം? 4 കുറയ്ക്കണം. അപ്പൊ സ്വാഭാവികമായിട്ടും 8നോട് അടുത്ത് വരുന്ന എന്താ? 4 കുറയ്ക്കുക, 4 കിട്ടും. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായി വരുന്നത്. അടുത്ത ചോദ്യം, ഒറ്റയാന് തിരഞ്ഞെടുക്കുക. കാറ്റ്, ഡോഗ്, ഫോക്സ്, റാബിറ്റ്. ഇത് PSC അന്ന് ഡിലീറ്റ് ചെയ്ത ചോദ്യമാണ്. കാരണം ഒന്നിലധികം ഉത്തരം വരുന്നുണ്ട്. ഒന്ന്, പൂച്ച, പട്ടി, മുയൽ നമ്മൾ വീട്ടിൽ വളർത്തുന്ന അനിമൽസ് ആണ് അല്ലെ? ഡൊമസ്റ്റിക് അനിമൽസ് ആണ്. കുറുക്കൻ എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് അനിമൽ അല്ല. സോ ഓപ്ഷൻ സി ശരിയായിട്ട് വരാം. അടുത്തത്, മുയൽ എന്ന് പറയുന്നത് ഒരു സസ്യഭുക്കാണ്. ഓക്കെ, ബാക്കിയുള്ളത് സസ്യഭുക്ക് അല്ല. അങ്ങനെയുള്ള രീതിയിലും നമുക്ക് ഡി എന്ന് പറയുന്ന ഓപ്ഷൻ ചൂസ് ചെയ്യാം. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യൻ PSC ഇന്നത്തെ എക്സാമിൽ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത ചോദ്യം, 2005 ഫെബ്രുവരി 8 ചൊവ്വാഴ്ചയായിരുന്നു. 2004 ഫെബ്രുവരി 8 ആഴ്ചയിലെ ദിവസം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശ്രദ്ധിച്ചേടാ, ഫെബ്രുവരി 8, ഇവിടെയും ഫെബ്രുവരി 8, അതായത് മന്തും ദിവസവും മാറുന്നില്ല. ഓക്കെ, ഫെബ്രുവരി 8 വർഷം മാത്രമാണ് ചേഞ്ച് ആവുന്നത്.
ഒരു സാധാരണ വർഷത്തിൽ ഓർഡിനറി ഇയറില് ഒരു ഓഡ് ഡേ ആണ് ഉള്ളത്, ഒരു ഓഡ് ഡേ ആണ് ഉള്ളത്. ഒരു ലീപ്പ് ഇയറിലെ 2 ഓഡ് ഡേയ്സ് ഉണ്ടായിരിക്കും, 2 ഒറ്റ ദിവസങ്ങൾ ഉണ്ടായിരിക്കും. ഇതാണ് ഇതിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. 2005 2004 പക്ഷെ ഇവിടെ എന്താണ്, ഫെബ്രുവരി 29 ക്രോസ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. 2004 ലീപ്പ് ഇയർ ആണോ? 2004 ലീപ്പ് ഇയർ ആണ്, 4 കൊണ്ട് ഹരിക്കുവാൻ കഴിയും. സോ ലീപ്പ് ഇയർ ആണ്, 2 ഓഡ് ഡേയ്സ് ഉണ്ട്. 2 ഓഡ് ഡേയ്സ് -2 ആണ് നമ്മുടെ ഓഡ് ഡേയ്സിനെ എണ്ണം. മൈനസ് ഇട്ടത് എന്ത് എന്ന് പറഞ്ഞാൽ 2005 നിന്ന് 2004 പോകുന്നത്, പുറകിലോട്ടാണ് ചോദിച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് മൈനസ് നിന്നിരിക്കുന്നത്. ഇനി ക്വസ്റ്റ്യനിലെ ചൊവ്വാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പം 2 കുറയ്ക്കുക. ചൊവ്വയിൽ 1 കുറച്ച് തിങ്കള്, അടുത്ത 1 കുറച്ചു ഞായർ. ഓപ്ഷൻ ഡി ആണ്, സൺഡേ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. സെറ്റല്ലേ? അടുത്ത ചോദ്യം, തെക്ക് കിഴക്ക് വടക്കായി മാറുകയാണെങ്കിൽ വടക്ക് കിഴക്ക് പടിഞ്ഞാറായി മാറുന്നു, പടിഞ്ഞാറ് എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഈ ഡയഗ്രാം ഒന്ന് വരയ്ക്കാം. ഡയഗ്രാം എന്താണ്? വടക്ക്, കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, ഇതാണ് നമ്മുടെ ഡയഗ്രാം അല്ലെ? ഇനി എന്താ കാർഡിനൽ ഡയറക്ഷൻ, ഇങ്ങനെ കൂടെ വരുന്നുണ്ട്. ഇത് വടക്ക് കിഴക്ക്, ഇതെന്താ കിഴക്ക് തെക്ക്, ഇത് പടിഞ്ഞാറ് തെക്ക്, ഇതെന്താ വടക്ക് പടിഞ്ഞാറ്. തെറ്റല്ലേ? ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ നമുക്ക് ഡയഗ്രാം ഒന്ന് മാറ്റി വരയ്ക്കാം. തെക്ക് കിഴക്ക് വടക്കായി മാറുന്നു, തെക്ക് കിഴക്ക് എന്ന് പറയുന്നത് എങ്ങനെയാ? തെക്ക് കിഴക്ക് എന്ന് പറയുന്നത് ഇതാണ്, ഇത് വടക്കായിട്ട് മാറുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വടക്കിന് ഓപ്പോസിറ്റ് എന്താണ്? വടക്കിന് ഓപ്പോസിറ്റ് തെക്കാണ്. അപ്പൊ ഇതെന്താ? തെക്ക് വരും. അടുത്തത്, വടക്ക് കിഴക്ക് പടിഞ്ഞാറായി മാറുന്നു. വടക്ക് കിഴക്ക് എന്ന് പറയുന്ന ഡയറക്ഷൻ ആക്ച്വലി എവിടെയാണ് വരാനുള്ളത്? ഇതാണ് വടക്ക് കിഴക്ക്. അത് എന്തായി മാറുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? പടിഞ്ഞാറായി മാറുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പടിഞ്ഞാറായി മാറുന്നു. പടിഞ്ഞാറിന് ഓപ്പോസിറ്റ് എന്താണ്? കിഴക്കാണ്. ഇനി നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ്? വടക്ക് കിഴക്ക് പടിഞ്ഞാറായി മാറുന്നു, പടിഞ്ഞാറ് എന്തായിരിക്കും? പടിഞ്ഞാറ് എന്ന് പറയുന്നത് ഇതല്ലേ പടിഞ്ഞാറ്? ആക്ച്വലി പടിഞ്ഞാറ് എന്ന് പറയുന്നത് ഇതാണ്. പടിഞ്ഞാറ് എന്ന് പറയുന്ന ഈ ഡയഗ്രത്തിന് അക്കോർഡിംഗ് എന്തായിട്ട് മാറുന്നു? തെക്ക് കിഴക്കായി മാറുന്നു. തെക്ക് കിഴക്കായി മാറുന്നു അല്ലെ? തെക്കിനും കിഴക്കിനും ഇടയിലാണ് തെക്ക് കിഴക്ക്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. സെറ്റല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നമ്മുടെ അവസാനത്തെ ചോദ്യമാണ്. ഒരു പ്രത്യേക കോഡ് ഭാഷയിൽ ഡെസ്റ്റിനി എന്ന് എഴുതിയിരിക്കുന്നത് WVHGRMB എന്നാണ്. എങ്ങനെയാണ് ആ കോഡിൽ മാത്ത് എന്ന് എഴുതുന്നത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഡിന് നേരെ ഓപ്പോസിറ്റ് ആണ് W എന്ന് പറയുന്നത്, ഇക്ക് ഓപ്പോസിറ്റ് ആണ് B, എസിന് ഓപ്പോസിറ്റ് ആണ് H, ഐക്ക് ഓപ്പോസിറ്റ് ആണ് R, എന്നിന് ഓപ്പോസിറ്റ് ആണ് M, ഒയ്ക്ക് ഓപ്പോസിറ്റ് ആണ് B. അതായത് ഓപ്പോസിറ്റ് കോഡിംഗ് ആണ് നമുക്ക് വന്നിരിക്കുന്നത്. ഓപ്പോസിറ്റ് കോഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇംഗ്ലീഷ് അക്ഷരമാലയിൽ ടോട്ടലി 26 ആൽഫബറ്റ്സ് ആണുള്ളത്. ഈ 26 ആൽഫബറ്റ്സിന് ഓരോ പ്ലേസ് വാല്യൂസ് ഉണ്ട്. ആദ്യത്തെ ആൽഫബറ്റ്സിന് 1 എന്നും അതിന്റെ ഓർഡറിനനുസരിച്ച് നമുക്കൊരു വാല്യൂസ് കൊടുത്തിരിക്കുന്നു എന്നേ ഉള്ളൂ. A1, B എന്ന് പറഞ്ഞാൽ 2, C 3, D 4 അങ്ങനെ കൊടുത്തിരിക്കുന്നു. Z 26 വരെ. ഇനി ഓപ്പോസിറ്റ് പെയർ എന്ന് പറഞ്ഞാൽ ആദ്യത്തേതും അവസാനത്തേതും ഓപ്പോസിറ്റ് ആണ് അല്ലെ? ഫസ്റ്റ് ലാസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ഫസ്റ്റ് ലാസ്റ്റ്, അതായത് എയും ഇസഡും ഓപ്പോസിറ്റ് പെയർസ് ആണ്. അടുത്ത സെക്കൻഡ് നമ്പരും സെക്കൻഡ് ലാസ്റ്റ് ആൽഫബറ്റും സെക്കൻഡ് ലാസ്റ്റ് ആൽഫബറ്റും ഓപ്പോസിറ്റ് ആണ്. അതായത് ബിയും ഒയും ഓപ്പോസിറ്റ് ആണ് അല്ലെ? ഇതാണ് നമ്മളെ കൺസെപ്റ്റ് പറഞ്ഞിരിക്കുന്നത്. അപ് ടു എമ്മും എന്നും ഓപ്പോസിറ്റ് ആണ്. എമ്മും എന്നും ഓപ്പോസിറ്റ് ആണ്. 13, 14 എന്ന് പറയുന്നത്. ഓക്കെ, എം എൻ ഓക്കെ ആണല്ലോ. അതായത് ഇവയുടെ പ്ലേസ് വാല്യൂസ് തമ്മിൽ കൂട്ടുമ്പോൾ 27 വരും. 27 വരും. അതിനെയാണ് ഓപ്പോസിറ്റ് പെയർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വെച്ച് മാത്ത് എന്ന് എഴുതുന്നത് എങ്ങനെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എമ്മിന് ഓപ്പോസിറ്റ് എന്താണ്? എൻ ആണ്. ആദ്യത്തെ ഓപ്ഷനിൽ മാത്രമേ എൻ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. സോ ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. എളുപ്പമല്ലേ? അപ്പൊ മറ്റൊരു വീഡിയോയിൽ നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.